വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മലപ്പുറം എന്ന് കേട്ടുകഴിഞ്ഞാൽ വല്ലാത്തൊരു ഹാലാണ് സംഘികൾക്ക്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള ജില്ലയായിട്ട് പോലും അവിടെ വർഗീയതയില്ല. അത് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് അവർക്ക് ആ ജില്ല എന്നും അപകടമാണ്. കാരണം അവരുടെ പ്രവർത്തകർ തന്നെ ചിലപ്പോൾ നേതാക്കന്മാരോട് ചോദിക്കുന്നുണ്ടായിരിക്കാം, മലപ്പുറം എന്ന് പറയുന്ന ജില്ലയിലല്ലേ കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ളത്? അവിടെയുള്ള ഹിന്ദുവിനെയോ ക്രിസ്ത്യാനികളെയോ അവിടെയുള്ള മുസ്ലിങ്ങൾ ആക്രമിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എപ്പോഴും മുസ്ലിങ്ങൾ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മലപ്പുറത്തെ കരിവാരിത്തേക്കണം, മലപ്പുറത്തൊരു കലാപം ഉണ്ടാക്കണം, മലപ്പുറത്തെ മുസ്ലിങ്ങളൊക്കെ വർഗീയവാദികൾ എന്ന് വരുത്തി തീർക്കണം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരളം മുതൽ അങ്ങ് ഉത്തരേന്ത്യ വരെ അവർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ BJP നേതാക്കന്മാർ മാത്രമല്ല, ഉത്തരേന്ത്യയിലെ BJP നേതാക്കന്മാർ അടക്കം പ്രസ്താവനകൾ ഇറക്കും. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ കണ്ടില്ലേ മുസ്ലിങ്ങൾ കൂടുതലുള്ള ജില്ലയിൽ സംഭവിക്കുന്നത് എന്ന്. പക്ഷേ കേരളത്തിൽ ഇതൊന്നും വില പോകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മലപ്പുറം ജില്ലാ കലക്ടർ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, അതായത് മലപ്പുറത്തിന്റെ 52ാം ജന്മദിനത്തിൽ, അതായത് രൂപീകൃതമായിട്ട് 52 വർഷം കഴിഞ്ഞു. ആ 52 വർഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം FB-യിൽ എഴുതിയ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, അതായത് വിപ്ലവത്തിന്റെ പോരാട്ടത്തിന്റെ ഒരു നാടാണ് മലപ്പുറം എന്നും മലബാർ കലാപവും ഖിലാഫത്ത് പ്രസ്ഥാനവുമൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ആ പോസ്റ്റിൽ എഴുതി. ഈ പോസ്റ്റ് കണ്ട ഉടൻ തന്നെ കലിതുള്ളിയ ശശികല കലക്ടറിനെതിരെ ഒരു പോസ്റ്റുമായി FB-യിൽ വന്നു. അതായത് കലക്ടർ എന്തടിസ്ഥാനത്തിലാണ് മലബാർ കലാപത്തെ പുണ്യമാക്കി മാറ്റിയതെന്നും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ എന്തിനാണ് വലിയ രീതിയിൽ നന്മ പൂശിയത് എന്നുമാണ് ശശികല ആ പോസ്റ്റിൽ ചോദിച്ചത്. അതായത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള യുദ്ധമായിരുന്നു എന്നുള്ളതാണ് ശശികല കലക്ടറെ വിമർശിച്ചുകൊണ്ട് FB-യിൽ പോസ്റ്റ് ഇട്ടത്. ഈ പോസ്റ്റ് ഇട്ടതേ ശശികലക്ക് ഓർമ്മയുള്ളൂ. ശശികലക്ക് 8ന്റെ പണിയുമായി മലപ്പുറത്തുകാരും മലയാളികളും ശശികലയുടെ FB പോസ്റ്റിന് താഴെ രംഗത്ത് വരികയും ശക്തമായ മറുപടി തന്നെ ശശികലക്ക് കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ ശശികല യുദ്ധം നിർത്തിയിട്ട് പിൻവാങ്ങി എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതായത് വാരിയംകുന്നത്ത് കുഞ്ഞാമദാജി സാഹിബിന്റെ വിപ്ലവ പോരാട്ടത്തിന്റെ കഥ പറയുന്ന മലബാർ കലാപത്തെ കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഹാലിളകുന്ന ശശികലക്ക് 8ന്റെ മറുപടി ലഭിച്ചതോടുകൂടി തൽക്കാലം FB-യിൽ മറുപടി കൊടുക്കാതെ ഒളിച്ചിരിക്കുകയാണ് ശശികല. എന്തായാലും മലപ്പുറം കലക്ടറെ ചൊറിഞ്ഞ ശശികലക്ക് മലപ്പുറത്തുകാർ തന്നെ 8ന്റെ പണി കൊടുത്തു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.